പ്രൈസ് ലോർഡ്. प्रभु की स्तुति हो। കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो। ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ കടന്നു വന്ന് इस सभा में कलीसिया में आकर വിശേഷാൽ കർത്താവിന്റെ ദാസൻ പ്രിയ ജോസങ്ങളോടും ഞങ്ങളുടെ പ്രിയ ആന്റിയോടും പ്രിയ സൗപാപ്പിയോടും ആന്റിയോടും പ്രിയ മകനോടും അനുഗ്രഹിതരായ നിങ്ങളെല്ലാവരോടും കൂടെ കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം നൽകുന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയും. इस कलीसिया के पास्टर और आंटी और साबू और दीदी और बेटे के साथ और आप सबको साथ मिलकर परमेश्वर ने दी हुई संगति के लिए हम धन्यवाद करते हैं. സന്തോഷമുള്ളവരുടെ കരങ്ങളെല്ലാം ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാം. जो कुछ अपने हाथ उठा के प्रभु को धन्यवाद करें. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാൽ हालेलुया हो जोर से എല്ലാ കരങ്ങളും അടിച്ച് കർത്താവിന് सब ताड़ी बजा के प्रभु को हम धन्यवाद करें. हालेलुया 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 हालेलुया. हालेलुया. നമ്മൾ ദൈവമക്കൾ സന്തോഷിക്കാനുള്ളവരാണ്. परमेश्वर के लोग आनंद में रहना है. പ്രശ്നങ്ങൾ കണ്ടാൽ സന്തോഷിക്കാൻ തോന്നത്തില്ല. समस्या देखेगा तो आनंद नहीं आते. അടുത്ത മിനിറ്റിലെ നമ്മുടെ മുമ്പിലെ വിഷയങ്ങൾ കണ്ടാൽ സന്തോഷിക്കാൻ നമുക്ക് തോന്നത്തില്ല. आगे हमारा जीवन की समस्या देखेगा तो खुश नहीं होता. നമ്മുടെ കയ്യിലെ പൈസ ഓർത്താൽ സന്തോഷിക്കാൻ തോന്നില്ല. हमारे हाथ की पैसे की याद करेगा तो खुश नहीं होगा. നമ്മുടെ മക്കളെ ഓർത്താൽ നമുക്ക് സന്തോഷിക്കാൻ തോന്നില്ല. हमारे बच्चों को याद करेगा तो खुश नहीं होगा. നമ്മുടെ പല അവസ്ഥകളെ നോക്കിയാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. हमारी परिस्थिति को देखेगा तो खुश नहीं होगा. പക്ഷേ യേശുവിനെ നോക്കിയാൽ സന്തോഷിക്കാൻ കഴിയും. क्योंकि यीशु को देखेगा तो आनंदित हो जाएंगे. കർത്താവിന്റെ ദാസൻ ഇവിടെ സംസാരിച്ചതുപോലെ प्रभु के दास ने जैसे बताए രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. उद्धार पाने के लिए एक ही मार्ग है. ആശ്രയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. अब भरोसा के लिए एक ही रास्ता है. അതിന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. वो मैं प्रचार करने वाला यीशु है. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് വേണ്ടി हाथ उठा के हम प्रभु को धन्यवाद करें. യേശു ജീവിക്കുന്നു. यीशु जीवित है. യേശു സൗഖ്യവാനാണ്. यीशु चंगाई देने वाला. യേശു ബലപ്പെടുത്തുന്നവനാണ്. यीशु बल देने वाला. യേശു ഉയർത്തുന്നവനാണ്. यीशु उठाने वाले. യേശു മാനിക്കുന്നവനാണ്. यीशु हमें इज्जत देने वाले. യേശു നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. यीशु आपके घर पे. യേശു നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. यीशु आपके पास है. യേശു നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. यीशु आपके घर पे है. യേശു നിന്റെ തലമുറയുടെ കാര്യം നോക്കും. यीशु आपकी पीढ़ी को देखेगा. വിശ്വാസമുള്ളവരുടെ കരമൊന്ന് ഉയർത്തി ഇന്ന് പകലൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും जो മതിയാകുന്നവനാകുന്നു. विश्वास करते हैं वो हाथ उठा के प्रभु से कहे, जिस पर मैं विश्वास करता हूँ वो मेरे लिए पर्याप्त ഈ है. പ്രാർത്ഥനയുടെ അവസാനമല്ല നിങ്ങൾ സൗഖ്യമാകാൻ പോകുന്നത്. केवल इस प्रार्थना की आखिरी में नहीं चंगाई होने जा रहे. അവസാനം പ്രാർത്ഥിക്കുമ്പോൾ ആകണമെന്നില്ല സൗഖ്യം. जरूरी नहीं है लास्ट में चंगाई ഈ हो. പ്രാർത്ഥനയുടെ ഈ മധ്യഭാഗത്ത് സൗഖ്യങ്ങൾ നടക്കും. आमीन. इस कलीसिया की प्रचार के बीच में चंगाई प्राप्त നിങ്ങൾ करोगे. ഭാരത്തോടെ വന്ന വിഷയത്തിന് ഇന്ന് പകൽ മറുപടി ഉണ്ട്. भोज से आया हुआ समस्या के बीच में छुटकारा मिलेंगे. നിങ്ങൾ വന്ന സ്ഥലം ശരിയുടെ ഇടമാണ്. आप जिस स्थान पर आए आज ठीक जगह पर आए. നിങ്ങൾ ഉയർത്താൻ ആഗ്രഹിക്കുന്ന യേശു നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ദൈവമാണ്. आप जिस मसीह को उठाना चाहते हैं, उनसे उठाना चाहते हैं, वो आपके साथ हैं. നിങ്ങളുടെ പ്രശ്നങ്ങളെ ചുമക്കാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. आपकी समस्या को उठाने वाला यीशु को विषय में प्रचार कर. നിങ്ങളുടെ പരിമിതികളെ മാറ്റാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. आपकी सीमा को हटाने वाले परमेश्वर के प्रचार कर. നിങ്ങളുടെ കുറവുകളോട് കൂടെ തന്നെ നിങ്ങളെ കരുതുന്ന ഒരു യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. आपकी कमजोरी के साथ आपको संभालने वाले प्रभु के प्रचार कर रहे. ഈ പ്രസംഗിക്കുന്നത് ഞങ്ങൾ വിശുദ്ധരായിട്ടല്ല. आमीन. जो प्रचार करने वाले हो सकते पवित्र ഇവിടെ नहीं. ഇരിക്കുന്നവരാരും വലിയ കഴിവുള്ളവരായിട്ടല്ല. यहाँ जो बैठे हुए लोग हो सकते इतना बड़े नहीं हैं. ഞങ്ങളും നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ്. हम आपके समान लोग हैं. പക്ഷെ ഞങ്ങൾ ഉയർത്തുന്ന ഒരു യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളെ പോലെ ഞങ്ങൾ തിരിച്ചറിയുന്നു. आमीन. आज हम उठाने वाला यीशु की शक्ति को आप परखना होगा. നിങ്ങൾ വാ തുറന്ന് പറയാം. അടുത്തിരിക്കുന്നവരൊക്കെ കരകമെടുത്തിട്ട് പറയുമോ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന്. आप हाथ मिला के दूसरे से कह सकते हो मैं आशीषित व्यक्ति हूँ. വിശ്വസിക്കുന്നവരെ കരമെന്ന് കൊടുത്തിട്ട് പറഞ്ഞേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന്. आप हाथ मिला के दूसरे से कहे मैं आशीषित व्यक्ति हूँ. ഇന്ന് പകൽ ഞാൻ സൗഖ്യമാകാൻ പോവുകയാണെന്ന്. आज की सुबह के समय में चंगाई पाने जा रहे ഇന്ന് हैं. ഭാരത്തോടെ വന്ന വിഷയത്തിന് മറുപടി ഇപ്പോൾ കിട്ടാൻ പോവുകയാണെന്ന്. आज जिस विषय के लिए आए उस विषय में मैं उत्तर
मिलने जा रहे ഞാൻ हैं। ദൈവത്തിന്റെ മകനാണെന്ന്, मैं परमेश्वर की संतान ഞാൻ है, ദൈവത്തിന്റെ മകളാണെന്ന്, मैं परमेश्वर की संतान है। എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്ന്, मेरा परमेश्वर मुझे नहीं എന്റെ छोड़ेगा, ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. मेरा परमेश्वर मुझे नहीं छोड़ेगा। ലോകത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടാലും കൈവിടാത്ത ഒരുവനേ ഉള്ളൂ, അവന്റെ പേര് യേശു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. चाहे इस दुनिया की सभी हमें छोड़ दे तो यीशु तुम्हें नहीं छोड़ेगा। വിശ്വസിക്കുന്നവർ കരമടിച്ച് അല്പസമയങ്ങൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. विश्वास करने वाला ताली बजा के प्रभु को स्तुति करें, ചിരിച്ചോണ്ടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. हंस के धन्यवाद करें, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. खुशी के साथ धन्यवाद करें, കാരണം നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. क्योंकि हम खुशी की बात है। യേശു ജീവിക്കുന്നു. यीशु जीवित है, യേശുവില്ലേ നമ്മളൊന്നുമില്ല. यीशु नहीं तो हम कुछ नहीं, യേശുവിലെ പാസ ഷിനുവില്ല. यीशु नहीं तो पास्टर शिबू नहीं, യേശുവിലെ പാസ ജോസഫ് ഒന്നുമില്ല. यीशु नहीं तो पास्टर जोस भी नहीं है। ഞങ്ങളുടെ ആസ്തി യേശുവാ. हमारी सब कुछ यीशु है, ഞങ്ങളുടെ ആസ്തി പരിശുദ്ധാത്മാവാ. हमारा धन संपत्ति यीशु पवित्र പകൽ आत्मा। എന്റെ കഴിവിലൊന്നും നടക്കില്ല ഇവിടെ. हमारी सामर्थ्य में कुछ नहीं होगा। പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ടെങ്കിൽ അവൻ വന്നാൽ ചുമ്മാതെ പോകില്ല. आमीन। पवित्र आत्मा की उपस्थिति हमारे बीच में है तो वो आपको नहीं छोड़ेगा, അവൻ നിങ്ങളെ സൗഖ്യമാക്കി വിടത്തുള്ളൂ. वो तुम्हें चंगाई के साथ അവൻ भेजेंगे, നിങ്ങളെ ഉയർത്തിയേ വിടത്തുള്ളൂ. तुम्हें ऊंचा उठाएंगे, അവൻ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം തന്നെ वो വിടത്തുള്ളൂ. आपकी परिस्थिति उठाएंगे। എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. आप विश्वास करेगा तो परमेश्वर कुछ നിങ്ങൾക്ക് करेंगे, വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. आप विश्वास करेगा तो प्रभु कुछ करेंगे। പാസ്റ്റർ ജോസഫിന്റെ വീട്ടിലോട്ട് ഞാൻ ചെന്നാൽ പുള്ളി പറയും ആ പുള്ളിയുടെ സ്വത്ത് എനിക്ക് തരാൻ പറഞ്ഞ പുള്ളി എനിക്ക് തരില്ല. यदि पास्टर जोसेफ के घर पे हम जाते हैं वो कहेगा आपका धन संपत्ति मुझे देंगे, അദ്ദേഹത്തിന് मुझे कुछ भी नहीं देंगे। അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. उसको 2 बच्चे हैं, ഏത് സമയത്തും അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ कोई भी समय उसके पास जाएगा तो ഡാഡി എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ डैडी मुझे फलाना जरूरत है, അവർക്ക് 100 രൂപ ആവശ്യമുണ്ടെങ്കിൽ 100 रुपए की जरूरत है तो അതും അതിന്റെ അധികം കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റും. उससे बढ़कर वो अपने बच्चों को देंगे। നമ്മുടെ സ്വർഗത്തിലെ അപ്പന്റെ ഭണ്ഡാരത്തിൽ ഒന്നിന് കുറവില്ലെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് അകത്തിരിപ്പുണ്ട്? हमारी स्वर्ग की परमेश्वर की भंडार में किसी चीज की कमी नहीं है। आप कितने लोग विश्वास करते हैं? ദൈവം നടത്തുമെന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ടെൻഷൻ വരുന്നത്. हमारे जीवन में टेंशन क्यों आते? प्रभु हमें चलाएंगे, हमें विश्वास नहीं है। അനേകർക്ക് ഈ രോഗം വന്നു, അവരെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞു. कई लोगों को बीमारी आए, इस दुनिया छोड़ के चले गए। എന്നാൽ നിങ്ങൾ പറയണം അവർക്ക് വന്നതുപോലല്ല എനിക്ക് വന്നത്, ഇത് സൗഖ്യമാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. उसी की तरह मैं बीमार नहीं हुआ, मेरी बीमारी से मैं चंगाई होगा, चंगाई पाएंगे, यीशु मेरे साथ है। എന്റെ സാഹചര്യം ചെറുതാണെങ്കിലും സാഹചര്യത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്. हमें मेरी परिस्थिति कुछ भी हो, उस परिस्थिति को उठाने वाले परमेश्वर मेरे साथ है। ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് ചോദിക്കും, നിങ്ങൾ റെഡിയാണോ സൗഖ്യമാകാൻ? क्या आप मैं आपसे और पूछ रहा हूं, क्या आप तैयार हो चंगाई के നിങ്ങൾ लिए? റെഡിയാണോ അനുഗ്രഹിക്കപ്പെടാൻ? क्या आप तैयार हो आशीषित होने के लिए? നിങ്ങളുടെ വിഷയത്തിൽ മറുപടി കാണാൻ നിങ്ങൾ റെഡിയാണോ? क्या आपकी समस्या में उत्तर मिलने के लिए क्या आप तैयार हो? യേശു ഇന്ന് പകൽ ഇത് ചെയ്യാൻ പോകുകയാണ്. यीशु आपके लिए कार्य करने जा रहे हैं। ഹല്ലേലൂയ. हालेलुया। ഇന്ന് പകൽ അതിന് ഉപോത്ബലകമായ ഒരു വേദഭാഗം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ വായിക്കാൻ പോകുകയാണ്. आए मैं आज का दिन आइए परमेश्वर की वचन से हम पढ़ेंगे। ഹല്ലേലൂയ. प्रभु की स्तुति। മത്തായിയുടെ സുവിശേഷം मत्ती रे सुसमाचार 8-ാം അധ്യായം 8 अध्याय അതിൽ 1 മുതലുള്ള വാക്യങ്ങൾ. 1 से लेके हम पढ़ेंगे। അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ वो पहाड़ से नीचे उतर रहे थे, വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. बहुत सारे लोग यीशु के पीछे चले। അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് एक खोड़ी आकर അവനെ നമസ്കരിച്ചു. उससे नमस्था टेके, കർത്താവേ, प्रभु നിനക്ക് മനസ്സുണ്ടെങ്കിൽ यदि तुम चाहते हैं तो എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. मुझे पवित्र कर सकते। അതിന്റെ അർത്ഥം उसका मतलब എനിക്ക് മനസ്സുണ്ട്, मैं चाहता हूँ, എനിക്ക് ആഗ്രഹമുണ്ട്, मैं चाहते हैं, എനിക്ക് ഇഷ്ടമുണ്ടെന്ന്. मुझे इच्छा है, പക്ഷേ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്കറിയാം. मुझे मालूम है मेरे से नहीं होते, നിന്നെ കൊണ്ട് പറ്റുമെന്നും എനിക്കറിയാം. मुझे मालूम है तेरे से हो सकते। എത്ര പേർ ഇന്ന് പകൽ ഇത് വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते എത്ര हैं? പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? എന്നെ കൊണ്ടും എന്റെ കഴിവ് കൊണ്ടും പലതും നടക്കില്ല. मुझे मेरे से मेरे सामर्थ्य से कुछ नहीं होगा, പക്ഷേ ജീവിക്കുന്ന ദൈവത്തെ കൊണ്ട് ഇത് പറ്റും. जीवित परमेश्वर से हो जाएंगे। ആ യേശുവിനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? क्या उस यीशु से आप पा सकते हो? ആ
ആ യേശുവിനെ വിളിച്ചിറങ്ങേണ്ട കാര്യമുണ്ടോ? क्या उस यीशु को पुकारने की जरूरत है? നിങ്ങളുടെ അകത്തിരിപ്പുണ്ട് യേശു. आपके अंदर यीशु है. എത്ര വിശ്വസിക്കുന്നുണ്ട്? कितने विश्वास करते हैं? ഹല്ലേലൂയ. हालेलुया. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു महत्वपूर्ण परमेश्वर मसीह നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. आपके अंदर है. ആ യേശുവിന്റെ നാമത്തിൽ उस यीशु के नाम से തുറക്കട്ടെ എന്ന് പറയുമ്പോൾ, खुल जाए, സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ, चंगाई मिले, വഴി തുറക്കട്ടെ എന്ന് പറയുമ്പോൾ रास्ता खुल जाए, അത് തുറന്നു വരികയാ. तुरंत हो जाते हैं. കാരണം ഈ നാമത്തിന് വിലയുണ്ടെന്ന്. यीशु के नाम में बड़ी शक्ति है. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് आज के 2020 साल पहले കാൽവറിയുടെ കുലക്കളത്തിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് ആ കാൽവറിയിൽ മരിച്ചത് മാത്രമല്ല, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഈ നാമത്തിന് ഇന്നും വിലയുണ്ട്. कालवरी पर मरे हुए हमारी मेमना और उसकी नाम ऊंचा नाम है. उसके नाम में आज भी वो मुर्दों से जी उठा परमेश्वर उसके नाम में आज भी चमत्कार है. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന യേശുവിന്റെ നാമം ഞാനും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾ കാണും. यीशु के नाम के सामने हर एक घुटना टेकेगा, हर जवान कहेगा यीशु ही है परमेश्वर. उसके नाम के सामने सब कुछ झुकेगा. എനിക്ക് മനസ്സുണ്ട്, मुझे इच्छा है, നിനക്ക് പറ്റുമെന്ന് എനിക്ക് അറിയാം. मुझे मालूम है तुम करेगा. ഞാൻ നിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നു. मैं आपके ऊपर भरोसा रखते हैं. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. കർത്താവേ, ഞാൻ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു. मैं तेरे सामने घुटना टेकता ഞാൻ हूं. നിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നു. मैं तेरे सामने समर्पण करते हैं. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും. तुम मुझे हेल्प कर നിനക്ക് सकते, എന്നെ വിടുവിക്കാൻ പറ്റും. तुम मुझे छुड़ाएगा. നിന്നെ കൊണ്ടേ എനിക്ക് സത്യത്തുള്ളൂ. तेरे से ही होगा മറ്റാരെ കൊണ്ട് കഴിയില്ല. और कोई नहीं करेंगे. ലോകപ്രകാരം ഞാൻ തോറ്റവനോ, मैं संसार से मैं हारा എന്റെ हूं. കുടുംബ ജീവിതത്തിൽ ഞാൻ തോറ്റവനോ, परिवार के जीवन में हार गया, എന്റെ തലമുറ വിശ്വത്തിൽ തോറ്റവനോ, पीढ़ी में हार गया, എന്റെ ബിസിനസ്സിൽ ഞാൻ തോറ്റവനോ. बिजनेस में हार गया. പക്ഷേ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, आज के दिन में विश्वास നിനക്ക് കഴിയും, आप करेंगे, നിനക്ക് കഴിയും. आप करेंगे, മറ്റാർക്കും പറ്റിയില്ലെങ്കിലും कोई और नहीं करेगा. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास ഇന്ന് करते हैं? പകൽ ഈ സമയത്ത് തന്നെ आप इसी ആ समय വാ തുറന്ന് പറഞ്ഞാട്ടെ, आप मुंह खोल के बोले, വാ തുറന്ന് പറഞ്ഞാട്ടെ, मुंह खोल के बोले, നിനക്ക് കഴിയും. आप करेंगे. എനിക്ക് പറ്റില്ല, मेरे से नहीं होगा, എനിക്ക് കഴിയില്ല. मेरे से नहीं होगा. യേശുവേ, നിനക്ക് കഴിയും. यीशु तेरे से होगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, आपकी समस्या कुछ भी हो, പ്രിയ യൗവനക്കാരൻ, നിന്റെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, आप जवान भाइयों बहनों आपकी समस्या कुछ भी हो, പ്രിയ സഹോദര, നിന്റെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, प्यारे भाई आपकी समस्या कुछ भी हो, പ്രായമുള്ള പിതാക്കന്മാരെ നിങ്ങളുടെ കാര്യം ഏതുമായിക്കൊള്ളട്ടെ, पिता लो बैठे आपकी समस्या कुछ भी हो, ഇന്ന് പകൽ ദൈവത്തിന് നിന്നെ കൊണ്ട് ചിലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. आज के दिन परमेश्वर आपसे कुछ करना चाहते हैं. പക്ഷെ നീ റെഡി ആകണം. आप तैयार होना है. Are you ready? आप तैयार हो, Are you ready? आप तैयार हो. Hallelujah. हालेलुया. അത്ഭുതം കാണാൻ കഴിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? आश्चर्यकर्म देखने के लिए क्या आप तैयार हो? നടക്കാത്ത വിഷയം നടക്കുമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? जो आपसे असंभव है संभव हो जाएंगे. विश्वास നിങ്ങൾ है. അത് ആഗ്രഹിച്ചാണോ ഇവിടെ ഇരിക്കുന്നത്? क्या वो आग्रह करते हैं आप? Hallelujah. हालेलुया, Hallelujah. हालेलुया. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ യേശു എന്ന് വിളിച്ചാൽ നിങ്ങൾക്കത് ദൈവം തരും. ऐसा इच्छा है तो आप कहे यीशु, आप पुकारे, प्रभु संभव करेगा. ആ കരമൊന്ന് ഉയർത്തി ആ വായു ഒന്ന് തുറന്ന് യേശു എന്ന് വിളിക്കാമോ? आप अपने हाथ उठा के मुंह खोल के प्रभु से पुकारे यीशु. Hallelujah. हालेलुया. അപ്പൊ മനസ്സോടുകൂടി ഇരിക്കണം. पूर्ण मन के साथ. മനസ്സില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. पूर्ण मन नहीं तो कुछ नहीं होगा. മനസ്സ് വേറെയാണെങ്കിൽ അത്ഭുതം നടക്കില്ല. मन और कहीं है तो आश्चर्यकर्म नहीं होगा. വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് वचन में और एक जगह पे 12 വർഷം ദീനം പിടിച്ച ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. 12 साल की लहू बहाने की एक स्त्री के विषय में सुना होगा. മാനസികമായി അവൾ തളർന്നു, मानसिक से कमजोर हो गई, സാമ്പത്തികമായി അവൾ തളർന്നു,
आर्थिक ओर से कमजोर हो गए, അവൾ പല വഴിയും അന്വേഷിച്ചു, कई रास्ता ढूंढे, പലരെ ആശ്രയിച്ചു നോക്കി. कईयों पर भरोसा रखे, ഒന്നും രണ്ട് വർഷമല്ല, 1-2 साल नहीं, 12 വർഷം 12 साल बीमार. അവൾ മനസ്സുറപ്പിച്ചത് ലോകത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന പല ഇടങ്ങളിലുമായിരുന്നു. उन्होंने कई पर भरोसा रखा, विश्वास किया, कई वेदों के पास किया, वेदों को बदल कर इलाज किया, कोई उत्तर नहीं मिले. അവിടെല്ലാം അവൾ പരതിയോടി, और कई जगह पर भागे, പക്ഷേ അവളുടെ പ്രതീക്ഷ പോലൊന്നും നടന്നില്ല. जैसे वो चाहते थे वैसे नहीं हुआ. പല വഴികളിലും നമ്മൾ പോയതുപോലെ അവളും പോയി. कई रास्ता पर हम गए, वो भी गए, പലരും സഹായിക്കുമെന്ന് കരുതി, कई लोग हेल्प करेंगे सोचा, പക്ഷേ വിഷയത്തിന് മറുപടിയില്ല, लेकिन उत्तर नहीं मिला, ഒരു മറുപടിയും കണ്ടില്ല. कुछ भी उत्तर नहीं मिले. അപ്പോഴാണോ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്? तब यीशु के बारे में നിങ്ങൾ चर्चा सुनी. സാമ്പത്തികമായി തകർന്നവരാണോ? हो सकती है आर्थिक ओर से कमजोरी में, നിങ്ങൾ മാനസികമായി പലത് കണ്ട് हो सकते തകർന്നവരാണോ? मानसिक ओर से टेंशन में है. ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാം, आज का दिन में आपसे कहना चाहते हैं, യേശുവിനെ അന്വേഷിക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടോ? क्या यीशु की संग चलने तैयार हो? വഴി അടഞ്ഞിടത്ത് യേശുവിനെ വിളിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? रास्ता जो बंद हुआ रास्ता आपके लिए खुल जाएंगे. എല്ലാ വഴിയും അടയുമ്പോൾ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് യേശു എന്ന വഴി. सारी रास्ता बंद हो जाएंगे, आप एक ही व्यक्ति पर भरोसा रख सकते हैं जिसका नाम यीशु है. हालेलुया. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. यीशु कहते हैं मैं मार्ग सत्य और जीवन है. ആമേൻ, आमेन, ആമേൻ, आमेन, ആമേൻ. हालेलुया. എല്ലാ വഴിയും അടഞ്ഞ ഈ സ്ത്രീ सारे रास्ता स्त्री को बंद हो गए. യേശുവിനെ കുറിച്ച് കേട്ടു, यीशु की चर्चा सुने, പലരെ കുറിച്ച് കേട്ടിട്ടുണ്ട് നേരത്തെ. कईयों के बारे में सुने, വ്യത്യസ്തമായ ഒരു കേൾവി. अलग एक बातें सुने, നിങ്ങൾ പലരെ കുറിച്ച് കേട്ട് കാണാം. कईयों के बारे में सुने. നിങ്ങളുടെ നാട്ടിലെ പ്രമുഖ ഉന്നതരെ കുറിച്ച് കേട്ട് കാണാം. आपके पिंड की, आपकी शहर के बड़े बड़े लोगों का नाम सुना होगा. നല്ല ഡോക്ടേഴ്സിനെ കുറിച്ച് കേട്ട് കാണാം. अच्छे डॉक्टर के बारे में सुने, നല്ല ബിസിനസ്സുകാരെ കുറിച്ച് കേട്ട് കാണാം. अच्छे बिजनेस लोगों के नाम सुने, നല്ല കാശുള്ളവരെ കുറിച്ച് കേട്ട് कई കാണാം. पैसे वाले के नाम सुने. പക്ഷേ അവർക്കൊക്കെ സഹായിക്കുന്നതിന് പരിധി ഉണ്ടെന്ന് ഇന്ന് മകൻ എനിക്ക് പറയാനുള്ളത്. लेकिन मैं आपसे कहने वो आपको मदद नहीं कर सकते. ഹല്ലേലൂയ. हालेलुया. പക്ഷേ ഇവളെല്ലാ വഴി ഓടിയവളാ, ये सारी रास्ता पर चले थे, കയ്യിലെ കാശ് മൊത്തം കൊടുത്തവളാ, सारी धन संपत्ति खर्च किया, സമയം കൊടുത്തവളാ. समय दे दिया है. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം. आत्मा में एक बात कहना चाहते हैं, സമയം പോയവർ ആരെങ്കിലും ഇന്ന് പകൽ ഉണ്ടെങ്കിൽ, यदि समय बीत गया तो कोई यहाँ पे है तो സമയത്ത് വന്നിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. समय प्राय एक मसीह के बारे में प्रचार कर रहे. ഇന്ന് പകൽ ആ ദൈവത്തെ ഒന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? क्या आज आपको आग्रह उस मसीह की नाम पुकारे? ദൈവത്തിന്റെ പ്രത്യേകതയുണ്ട്. प्रभु की एक विशेषता है, ദൈവത്തിനടുത്തൊരു കാര്യം പറഞ്ഞാൽ ദൈവം ചെയ്തു കൊടുക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ എന്നാ പറഞ്ഞാൽ ദൈവം ചെയ്തു കൊടുക്കും. आमीन. प्रभु की पास एक बात है, प्रभु की അതിന് 1000 മണിക്കൂർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്റെ അപ്പനത് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ എന്റെ അപ്പന് ഭയങ്കര ഇഷ്ടം. आप प्रभु से कुछ बातें करेगा तो आपको विश्वास चाहिए मेरे जीवन में प्रभु ये संभव करेंगे. चाहे हजारों बार मनुष्य से कहे नहीं हो सकते, एक ही बार आप प्रभु से कहे यीशु आपको संभव करेगा. നിങ്ങൾക്കത് വിശ്വാസമുണ്ടോ? क्या आपको विश्वास है? വിശ്വാസമുണ്ടോ? विश्वास है आपको? എല്ലാവരും കരമുയർത്താനല്ല ഞാൻ പറഞ്ഞത്. सभी को हाथ उठाने की. വിശ്വാസമുള്ള നിങ്ങൾ എല്ലാവർക്കും കരമുറിയാത്ത കുഴപ്പമില്ല. आमीन. विश्वास करने वाले हाथ उठाना है. ഇന്ന് പകൽ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞാട്ടെ, ഇന്ന വിഷയത്തിൽ ഒരു മറുപടി എനിക്ക് ആവശ്യമുണ്ട്. आमीन. विश्वास है तो यही बैठ के आप बोले प्रभु यीशु मुझे ये फलाना बातों में छुटकारा चाहिए, आजादी चाहिए. परमेश्वर संभव करेगा. സാഹചര്യം നോക്കിയാൽ നടക്കാൻ സാധ്യതയില്ല. परिस्थिति देखेगा तो संभव नहीं होगा. ആമേൻ, आमीन, ആമേൻ, आमीन, ആമേൻ. हालेलुया. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ അത്ഭുതം നടക്കാൻ പറ്റില്ല. आपकी परिवार की परिस्थिति देखेगा तो चमत्कार नहीं हो सकते. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയാൽ അത് നടക്കാൻ പറ്റില്ല. बच्चों को भी देखे तो चमत्कार नहीं होगा. ഇവിടുത്തെ അന്തരീക്ഷം നോക്കി നടക്കാൻ പറ്റില്ല. परिस्थिति देखेगा तो नहीं होगा. പക്ഷെ നിങ്ങൾക്ക് അതിനപ്പുറത്തൊരു വിശ്വാസമുണ്ട്. आपको उससे बढ़कर एक विश्वास है. എന്റെ കൂടെ എന്റെ അപ്പനുണ്ട്. मेरे साथ मेरे पिता हैं. എന്റെ അപ്പനോട് പറഞ്ഞാൽ എന്റെ അപ്പൻ ഇത് ചെയ്തു തരും. मेरे पिता से बोलेगा तो मेरे पिता संभव करेगा. ഹല്ലേലൂയ. हालेलुया. അപ്പന്റെ സ്നേഹം അറിയുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? पिता का प्यार परखने वाला कितने लोग इसके अंदर എന്നും हैं? ചോദിച്ചു ചോദിച്ചു മടുക്കുന്നവരാണോ നിങ്ങൾ? क्या बोल के थक जाते हो? തരാൻ പറ്റുന്ന ഇടത്തെക്കാളുള്ള ചോദ്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? क्या आप समझते जिससे आप मांगते हैं, पुकारते हैं, बात करते हैं, वो संभव करेगा. ബൈബിൾ ഞാൻ പഠിച്ചിട്ട് എനിക്ക് ബൈബിൾ തരുന്ന വെളിപ്പാട്, പുതിയ നിയമ വെളിപ്പാട് എന്ന് പറഞ്ഞത് യാചനയല്ല, ചോദിക്കുകയാണ്. आमीन. नया नियम की प्रकाशन
ये नहीं है भीख मांगना है। नया नियम की प्रकाशन यही है, हक से पिता से मांगना। हम परमेश्वर के बच्चे हैं। ചോദിപ്പീൻ എന്നാ നിങ്ങൾക്ക് കിട്ടുമെന്നാ. मांगो तो तुम्हें दिया जाएंगे, ചോദിക്കാൻ मांगो तो तुम्हें दिया जाएगा। അവകാശിയാണെന്നേ. आप हकदार हैं, നിങ്ങൾ മക്കളോ, आप संतान हैं, നിങ്ങൾ മക്കളോ, आप बच्चे हैं, നിങ്ങൾ സാധാരണപ്പെട്ടവരല്ല. एक साधारण व्यक्ति नहीं है। എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हो? വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? क्या आपका विश्वास बढ़ रहे हैं? ഞാനെന്നും യാചകനല്ലെന്ന്, हम भीख भिखारी नहीं हैं। ഞാനെന്നും ഇങ്ങനെ കിടക്കേണ്ട ആളല്ലെന്ന് हम ऐसी हमारे ബൈബിളിൽ ഒരു വാക്യമുണ്ട്. बाइबल एक वचन है, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം और उसकी महिमा के धन के अनुसार നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും आपकी जरूरत है ക്രിസ്തുയേശുവിൽ मसीह यीशु में തീർത്തു തരുമെന്ന് पूरा करेंगे। ദൈവം വഴി തുറന്നാൽ അവന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് തുറക്കുന്നത്. परमेश्वर रास्ता खोलेगा तो उसकी स्टेटस के अनुसार रास्ता खोल कर हमें बरकत दे देंगे। പഞ്ചാബിന്റെ സ്റ്റാറ്റസ് അല്ല, സ്വർഗത്തിന്റെ സ്റ്റാറ്റസ്. पंजाब का स्टेटस नहीं, स्वर्ग का परमेश्वर की स्टेटस से तुम्हें आशीष देगा। എത്ര പേർ വിശ്വസിക്കുന്ന കരപടി कितने लोग विश्वास करते हैं? थाले बजा के ഞാൻ മക്കളാണ്, हम बच्चे हैं, ഞാൻ ചോദിക്കും, हम औलाद हैं, അപ്പോൾ എനിക്ക് തരും, हम मांगेंगे तो ഞാൻ हमें देंगे। സന്തോഷിക്കും. हम खुशी से കരയാനുള്ളവനല്ല, आमीन, ഞാൻ ചിരിക്കാനുള്ളവനാ. हम हंसने वाले हैं। ആമേൻ, आमीन, ആമേൻ. आमीन। മലയാളത്തിൽ ഒരു പാട്ടിങ്ങനെ ഉണ്ട്. इस तरह गीत है। ഹല്ലേലൂയ. പാസ്റ്റർ അർത്ഥം പറയുമായിരിക്കും, എനിക്കറിയില്ല. ദൈവമേ നിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമേ നിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. प्रभु मेरे साथ है वो मैं अच्छी तरह जानता हूँ। यदि प्रभु मेरे साथ है तो मेरे खिलाफ कौन होगा? ഹല്ലേലൂയ. हालेलुया। ചിലര് എല്ലാ ദിവസവും പ്രാർത്ഥനയാ. कुछ लोग रोज प्रार्थना करते, എഴുന്നേൽക്കുന്നവരുടെ ഇരിക്കുന്നവരെ പ്രാർത്ഥനയാ. रोज सुबह से रात तक ആയുസ് മുഴുവൻ ഉപവാസമാ. सारी जिंदगी उपवास में है। എത്ര പ്രാർത്ഥിച്ചിട്ട് ടെൻഷൻ അങ്ങോട്ട് മാറുന്നില്ല. दिन रात प्रार्थना करने से टेंशन दूर नहीं हो रहे। പ്രാർത്ഥിക്കുന്നതേ ടെൻഷൻ മാറാനാ. प्रार्थना करते ही टेंशन दूर हो रही। വിശ്വാസമല്ല, विश्वास, ഞാൻ ചോദിക്കുന്ന ഇടത്തോ എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പല്ലേ. विश्वास जिससे मैं मांगते मुझे मिल जाएंगे, यकीन है। നിങ്ങളുടെ പാസ്റ്റർ ജോസഫിന്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് മാറില്ല. यदि पास्टर जोसेफ से आप कुछ चीजें मांगेगा तो उससे मिल जाएंगे। आपका विश्वास है तो उससे पास से नहीं പക്ഷേ हटेगा। പുള്ളിക്ക് പരിമിതിയുണ്ട്. लेकिन पास्टर को लिमिटेशन है। പക്ഷേ പരിധിയില്ലാത്തൊരു ദൈവമുണ്ട്. अनलिमिटेड से देने वाले एक परमेश्वर है। ഇതൊക്കെ രാത്രി 10 മണി കഴിഞ്ഞാൽ ഉറങ്ങും. कुछ लोग रात को 10 बजे के बाद सो जाते രാവിലെ ഒരു വെച്ച് ഫോൺ എടുക്കത്തുള്ളായിരുന്നേക്കാം. हो सकते हैं सुबह ही फोन उठाएंगे। പക്ഷേ എന്റെ ദൈവത്തിന്റെ ഫോൺ എപ്പോഴും ലൈവാണ്. लेकिन याद रखना परमेश्वर അവൻ की फोन എപ്പോഴും ലൈനിലുണ്ടെന്ന് हमेशा लाइव में है। എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? ഹല്ലേലൂയ. हालेलुया। മക്കളാണെ സന്തോഷിക്കും. बच्चे हैं तो आनंदित हो जाए, സന്തോഷിക്കും. खुश हो जाएंगे। എനിക്ക് ഈ ഹിന്ദി അറിയാവുന്ന ഹിന്ദി നാടുകളിലുള്ള ഒരു സന്തോഷം, എല്ലാവരും സന്തോഷിക്കുക. मेरे खुशी यही है, हिंदी स्पीकिंग एरिया में हिंदी स्पीकिंग लोगों साथ में आनंदित हो जाएं। പ്രശ്നം കണ്ടിട്ട് കൈകെട്ടിയിരിക്കരുത്. समस्या देखकर उदास नहीं रहना है। ഒരു വഴിയല്ലെങ്കിലും നന്നായിട്ട് സന്തോഷിച്ച്, നന്നായിട്ട് സ്തോത്രം പറഞ്ഞ്, നന്നായിട്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ചു നോക്കിയാൽ कुछ भी रास्ता नहीं है तो निराशा में नहीं रहना, आनंदित होकर ताड़ी बजा के स्तुति करके धन्यवाद में रहे, परमेश्वर की आश्चर्य कर्म को आप देखेगा। നിങ്ങൾക്ക് അസാധ്യമുള്ളത് എന്റെ അടുത്ത് കൊണ്ടുവരാ പറഞ്ഞേക്കുന്നത്. यीशु ने कहा आपसे जो असंभव है, आपसे जो होता नहीं है, वो बातों को लेके मेरे पास आओ। നിങ്ങൾക്ക് പറ്റാത്ത എന്റെ അടുത്ത് കൊണ്ടുപോവാ. आपसे जो नहीं होगा मेरे पास लाओ। ബൈബിൾ പറഞ്ഞ അത് എന്റെ മണ്ടയിൽ ഇട്ടോളാനാ പറഞ്ഞേക്കുന്നത്. बाइबल कहते हैं, परमेश्वर कहते हैं वो मेरे ऊपर डालो। അതിന്റെ അർത്ഥം എന്റെ ഭാഷയെ ഞാൻ മനസ്സിലാക്കിയത് പറയാം. मेरे लैंग्वेज में मैंने समझा है। നമ്മളൊരു വേസ്റ്റ് പേപ്പർ എടുത്ത് അപ്പുറത്തോട്ട് കളയത്തില്ലേ?
हम एक वेस्टेड डस्टबिन लेके हम बाहर फेंकते हैं എന്ന് പറയുന്നത് നമ്മൾക്ക് പറ്റാത്ത സഹിക്കാൻ പറ്റാത്ത പ്രശ്നം എടുത്ത് കളയുക हमें हमसे जो होता नहीं है वो बातें अपनी सिर पे रखकर हम समस्या में नहीं रहना वो उठा के फेंक എനിക്ക് देना। രണ്ട് മക്കളുണ്ട് मुझे 2 बच्चे हैं നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് അവർ തിരക്കാറില്ല वो नहीं ढूंढते हैं कल का नाश्ता क्या मिलेगा നാളത്തെ ഉച്ചഭക്ഷണം എന്താന്ന് അവർ തിരക്കാറില്ല उनको कोई टेंशन नहीं दोपहर के खाना क्या है അവർ കുടുംബ വേണം പലതും വേണം അവർ അതിനൊക്കെ ഒരു ടെൻഷൻ അടിക്കാറില്ല उनको कपड़ा चाहिए एजुकेशन चाहिए उनके विषय में टेंशन नहीं है പക്ഷേ അവർക്കറിയാം അവന്റെ അപ്പനുള്ളിടത്തോളം കാലം എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും അവർക്കത് കിട്ടിയിരിക്കും उनको दोनों बच्चों को पता है जब तक मेरे माता पिता हैं तब तक हमारी सारी जरूरतों को वो पूरा करने वाले हैं ലോകത്തിലെ ദോഷികളെ അപ്പന്മാർക്ക് മക്കളെ കുറിച്ച് ഇത്ര കൺസേൺ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ എന്റെ അപ്പൻ എത്ര അധികമുണ്ട് इस संसार की और माता पिता को अपने बच्चों को प्रति चिंता है तो स्वर्ग की परमेश्वर मेरे विषय में आपके विषय में कितना चिंता कर रहे हैं നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഉയർച്ച आपकी आग्रह की इच्छा के अनुसार होगा आपकी बढ़ोतरी നിങ്ങൾക്ക് ഇത്രയും മതിയെങ്കിൽ അത്രേ കിട്ടൂ यदि आपको थोड़ा सा चाहिए तो थोड़ा सा ही मिलेगा എനിക്ക് ഇത്രയും അങ്ങ് വളർന്നാ മതി അത്രേ കിട്ടുള്ളൂ हमें इतना ही चाहिए तो उतना ही मिलेगा എനിക്ക് ഫൈനാൻഷ്യലി അത്രേ ബ്ലസ് ചെയ്താൽ മതി അത്രേ കിട്ടുള്ളൂ हमें फाइनेंस में थोड़ी सी चाहिए तो उतना ही मिलेगा നിങ്ങൾക്ക് ആരോഗ്യത്തിൽ ഇത്രയും ഫിറ്റ്നസ് മതി അത്രേ കിട്ടും आपको चंगाई इतना चाहिए उतना ही मिलेगा നിങ്ങൾ എന്നാ പറയുന്ന അതാ ഈ ഭൂമി നടക്കാൻ പോകുന്നത് जैसे आप बोलेंगे वैसे ही संभव होगा ഹല്ലേലൂയ हालेलुया നിങ്ങൾ എന്നാണോ ഈ ഭാരതത്തിൽ പറയുന്നത് അതേ നടക്കൂ जो आप अपने मुंह से कहेगा वही संभव होगा എത്ര പേർക്ക് വിശ്വാസം ഉണ്ടാകുന്നുണ്ട് ഈ कितने പ്രസംഗത്തിൽ? लोग विश्वास कर रहे हैं आज എത്ര പേരുടെ അകത്ത് വിശ്വാസം ഉദിക്കുന്നുണ്ട് कितने लोग के अंदर विश्वास पैदा हो रहे हैं നിങ്ങൾ ദൈവത്തിലെ മക്കളാണെങ്കിൽ आप परमेश्वर की संतान हो നിങ്ങൾ കൽപ്പിക്കുന്നത് ഇവിടെ നടക്കാൻ പോവുക जो कुछ आप कहेगा वही संभव നിങ്ങൾ ഭൂമിയെ കെട്ടുതൊക്കെ സ്വർഗത്തിൽ കടപ്പെടും जो कुछ पृथ्वी पर बांधेगा स्वर्ग में നിങ്ങൾ ഭൂമിയിൽ അടിക്കുകയൊക്കെ സ്വർഗത്തിൽ അടിക്കപ്പെടും जो कुछ पृथ्वी पर खोलेगा स्वर्ग में खोलेगा യേശു ഒന്ന് അടിക്കുമെന്നല്ല പറഞ്ഞു यीशु आके खोलेगा You. आप खोलेंगे നിങ്ങൾ आप खोलेंगे വാ തുറന്ന് പറയാമോ क्या आप मुंह ആ को വഴി തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ यीशु के नाम से रास्ता खुल जाए യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാകട്ടെ यीशु के नाम से चंगे हो जाए യേശുവിന്റെ നാമത്തിൽ ഭാരത്തോടുള്ള വിഷയത്തിന് ഇന്ന് പകൽ മറുപടി ഉണ്ടാകട്ടെ यीशु के नाम से जिस बातों में भोज में है, എന്നും पूरा ഞാൻ എന്നും ആശ്രയിച്ച് നടക്കുന്ന ആളല്ല मैं हमेशा भरोसा रखने वाला नहीं എന്നും ഞാൻ ഇങ്ങനെ പരാതിയിലാകേണ്ട ആളല്ല हमेशा कंप्लेंट बोलने वाला नहीं എന്നും ഞാൻ പരാതി പറഞ്ഞു നടക്കേണ്ട ആളല്ല हमेशा शिकायत बोलने वाला ഞാൻ नहीं ദൈവത്തിന്റെ മകനോ मैं परमेश्वर की संतान है സ്റ്റാറ്റസിലൊന്നും നടന്നേ उसी स्टेटस में रहना है ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया നിനക്ക് മനസ്സുണ്ടോ എനിക്ക് മനസ്സുണ്ട് क्या आप चाहते हो मैं तो चाहता हूँ എന്റെ കുഷ്ഠം ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തിന് സൗഖ്യമാക്കാൻ പറ്റില്ല मेरा खोड इस धरती का कोई भी डॉक्टर चंगा नहीं कर सकते പക്ഷേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് വിടുതൽ ഉറപ്പാ यदि तुम चाहते हो तो मुझे चंगाई യേശുവിന്റെ മറുപടി मिलेगा यीशु ने कहा യേശുവിന്റെ മറുപടി यीशु ने कहा എന്തൊരു ചോദ്യമായത് क्या क्वेश्चन उसने किया എന്തൊരു ചോദ്യമാ क्या क्वेश्चन किया है ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ क्या ऐसा कुछ क्वेश्चन करना നമ്മളെ चाहिए സ്നേഹിക്കുന്ന ചിലരോട് നമ്മൾ പറയും അച്ഛാ ഇന്ന കാര്യം എനിക്ക് എടാ മോനെ നീ ചോദിക്കേണ്ട കാര്യമുണ്ടോ कुछ लोगों से हम कोई बात करें तो वही कहेंगे क्या बात है यार ये कोई पूछने वाली बात है നീ അങ്ങ് എടുത്താ പോരെ क्या आप ले सकते हैं എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് कितने लोग विश्वास करते ഹലോ ഹലോ നിങ്ങളെല്ലാം ഞങ്ങൾ തലേ കഴിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക मुझे मालूम है बहुत सारे लोग चाहते हैं हम आपके सिर पे हाथ रख के प्रार्थना करें നിങ്ങൾ പ്രാർത്ഥിച്ചാലും അത്ഭുതം നടക്കുമെന്ന് आप प्रार्थना करेगा तो आश्चर्य कर्म होगा നിങ്ങളുടെ അയലോക്കത്തുള്ള ആളുടെ തലേ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും आपके पड़ोसी के सिर पे हाथ रखे आप प्रार्थना करें संभव हो जाएंगे ചോദിക്കുന്നുണ്ടോ വിശ്വസിക്കുക क्या आप विश्वास करते हो ആമേൻ हालेलुया നിങ്ങൾ ഓർഡർ ഇട്ടാൽ നിങ്ങൾ ഓർഡർ ഇട്ടാൽ ഓർഡറാണ് आप जो ऑर्डर करोगे हुक्म करोगे संभव होगा യേശു പറയും എനിക്ക് മനസ്സുണ്ട് यीशु कहते हैं मैं चाहता हूँ ശുദ്ധമാകാം ठीक हो जाए ആമേൻ ആമേൻ आमीन അതിന് മണിക്കൂർ കാത്തിരുന്നോ क्या 1 घंटे इंतजार की 10 ദിവസം പ്രാർത്ഥന കാത്തിരുന്നോ क्या 10 दिन की उपवास प्रार्थना की അതിന്റെ അർത്ഥം വിശ്വാസം ഉണ്ടെങ്കിൽ കാത്തിരിക്കേണ്ട കാര്യമില്ല विश्वास है तो इंतजार करने की जरूरत नहीं പക്ഷെ മനുഷ്യ മനസ്സ് എപ്പോഴും തളരും मनुष्य की मन हमेशा टूटते हैं ആമേൻ
ആമേൻ. आमीन। റോമാലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, रोमियो को पत्री में लिखा है, നന്മയും പ്രസാദവുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് भलाई പ്രസാദവുമുള്ള और खुश और आनंद के साथ जो मन है, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. उस मन को बदल कर आप में परिवर्तन चाहिए, मन फिरना है। ആമേൻ. आमीन। നമ്മൾ ഈ പ്രശ്നം കാണുമ്പോൾ നടക്കുമെന്നൊരു ചിന്ത മനസ്സിൽ കയറും. हमें कई बार समस्या को देखते हुए हम टूट जाते हैं, हमें शक पड़ते हैं क्या ये संभव होगा कि नहीं। കയ്യിലെ സാമ്പത്തികം തീരുമ്പോൾ ഇനിയും തുറക്കുമോ എന്നൊരു ചിന്ത മനസ്സിൽ കയറും. आर्थिक तंगी आते वक्त ऐसी चिंता आते हैं क्या करोगे। പഠിക്കാൻ കഴിവ് കുറയുമ്പോൾ ഇനിയും എനിക്ക് പറ്റുമോ എന്നൊരു ചിന്ത കയറും. पढ़ाई के लिए और बुद्धि कम है, विचार है, वो हमारे शक कर देते आगे पढ़ सकते कि नहीं। ഈ ദൈവഹിതത്തിന് വിരോധമായി പൊങ്ങുന്ന ഈ സാഗതാത്മകമല്ലാത്ത ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പിടിച്ചടക്കണം. आमीन। आप इस परमेश्वर की इच्छा के खिलाफ उठने वाले हर एक शक्ति, हर एक बातें आप यीशु के नाम से दफा कर रखना ഈ है। ചിന്ത പിടിച്ചടക്കുമ്പോഴാണ് जब इस विचार को आप बंद कर देंगे, ദൈവത്തിന്റെ ആ കൃത്യമായ നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. परमेश्वर की स्पष्ट प्यार आप अनुभव करोगे। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। നീ ശുദ്ധമാകുക. आप पवित्र हो जाएं, അവൻ കൈ നീട്ടി वो हाथ बढ़ाएं, അവനെ തൊട്ടു. उसको छुआएं। ഐ ആം റെഡി. I am ready, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. आप तैयार ठीक हो जाएं। ഓൺ ദ സ്പോട്ടിൽ കൂട്ടസൗഖ്യമായി. उसी समय खोड़ चले गए। നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൗഖ്യമുണ്ടാകും. आपको अभी विश्वास है तो इसी समय चंगे हो जाएंगे। നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വിഷയത്തിന് മറുപടി ഉറപ്പാ. आपका विश्वास है तो इसी समय आपकी समस्या दूर हो जाएंगे। എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യതരായ എല്ലാ ആവർത്തിച്ച് അടിവരയിട്ട് പറഞ്ഞു, നിങ്ങൾ റെഡിയാണെങ്കിൽ യേശു 1000 വട്ടം റെഡിയാ. यदि मैं आपसे एक बात कहना चाहते हो, आप तैयार है तो 1000 बार यीशु तैयार है आपके लिए। മനസ്സിലാത്ത ഭാരം എടുത്തുകളോ. मन से दुख दूर करे, പരിശുദ്ധാത്മാവൻ ദൈവത്തെ സഹായി ജ്യോതിരെ पवित्र आत्मा से सहायता मांगे, വിശ്വസിക്കാൻ ഒരു മനസ്സ് താ. विश्वास करने के लिए अच्छे मन मिले, അങ്ങനെ അടുത്തേക്ക് വരാൻ ഒരു മനസ്സ് താ. यीशु के पास आने के लिए अच्छा मन हो। എന്റെ ആശങ്കകൾ ഞാൻ അടിച്ചു കളയുന്നു. എന്റെ ആശങ്കകൾ ഞാൻ അടിച്ചു കളയുന്നു. मेरे विचार में दूर करते हैं, ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करते हैं എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. मेरा परमेश्वर मेरे साथ है, എന്റെ അപ്പൻ എന്റെ കുടുംബത്തിന് അനുകൂലമാണെന്ന്. मेरा परमेश्वर मेरे साथ है, എന്റെ ആരോഗ്യത്തിന് എന്റെ അപ്പൻ അനുകൂലമാ. मेरे चंगाई में मेरे परमेश्वर मेरे साथ है, എന്റെ ശുശ്രൂഷയ്ക്ക് എന്റെ ദൈവം അനുകൂലമാ. मेरे सेवा के लिए मेरे परमेश्वर मेरे साथ है, അതുകൊണ്ട് എനിക്ക് ഭാരമില്ല. इसलिए मुझे कोई बोझ नहीं है। ഹല്ലേലൂയ. हालेलुया। ഓൺ ദ സ്പോട്ടിൽ അവൻ സൗഖ്യമായി. वो उसी समय वो चंगे हो गए। ഹല്ലേലൂയ. हालेलुया। മറ്റൊരു കാര്യം ആ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. हम और एक बात उस वचन में हम देखते വാക്യം हैं, 5. 5 वचन। അങ്ങോട്ട് പോയി സൗഖ്യമായവനും വേറൊരു വിഷയത്തിന് വന്ന സൗഖ്യം കിട്ടിയവനും. आमीन। यीशु के पास गया है और उसकी शरीर में चंगाई भी मिले। ഹലോ, ദൈവം വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്ത രീതികളിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്. परमेश्वर अलग अलग जगह पर अलग अलग परिस्थिति में चमत्कार की। ഹല്ലേലൂയ. प्रभु की स्तुति। അടുത്ത നമ്മൾ വായിക്കാൻ പോകുന്നത്, आगे हम पढ़ते हैं, വേറൊരാൾക്ക് വേണ്ടി ഒരാൾ വന്ന് പറയുക. दूसरे के लिए एक व्यक्ति आकर कहते हैं, നിങ്ങൾക്ക് മറ്റൊരാളുടെ വിഷയവുമായിട്ട് ദൈവത്തിനടുത്ത് ചെല്ലാൻ പറ്റുമോ? क्या आप दूसरे के विषय लेके परमेश्वर के पास जा सकते हैं? നിങ്ങൾ ചെന്നാലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല. आप जाएगा तो भी परमेश्वर नहीं छोड़ेगा। നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? आप सुनते हैं ध्यान से? ഹലോ, आप കരമടിച്ച് ദൈവത്തെ സ്വന്തം പറഞ്ഞാട്ടെ. थाली बजा के प्रभु को धन्यवाद करें। ഹല്ലേലൂയ. हालेलुया। ഒരു ശതാധിപൻ, एक सरदार, ശതാധിപൻ എന്ന് പറയുമ്പോൾ പട്ടാളത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ. आमीन। सेना में एक प्रधान व्यक्ति। ഹല്ലേലൂയ. प्रभु की स्तुति, ഹല്ലേലൂയ. प्रभु की स्तुति हो। ലോകത്തിന്റെ സിസ്റ്റം അനുസരിച്ച് നല്ല ഒരു പദവി ജോലി ചെയ്യുന്ന ആളാ. संसार की बातों में अच्छी ऊंची पदवी में काम करने वाले। ആദ്യം നടന്ന അത്ഭുതത്തിൽ അവൻ നിസ്സഹായനാ. पगली की आश्चर्य कर्म में
खुश नहीं है। അടുത്തൊരു കേസ് വരികയാണ്. അടുത്ത കേസാണ് ഈ ശതാധിപന്റെ കേസ്. दूसरी बात है और इस सरदार की बात है। പക്ഷേ അവൻ എത്ര വലിയ ആളാണ് ലോകപ്രകാരമെങ്കിലും അവന്റെ അകത്തൊരു തിരിച്ചറിവുണ്ടായി, ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ആരുമല്ല. आमीन। उस व्यक्ति को एक पहचान लिया है, चाहे संसार में मैं ऊंचे लेवल में, ऊंची पदवी में, लेकिन प्रभु के सामने मैं कुछ नहीं। വാക്യമാർ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചവനോട് പറഞ്ഞു. आमीन। वो कहते हैं और इस बालक हैं और अथरंगी होकर वो अपनी बेड पे पड़े रहते हैं। യേശുവിന്റെ മറുപടി ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെയായിരുന്നു, यीशु उनसे कहा, ഞാൻ വന്നവനെ സൗഖ്യമാക്കും, मैं आकर उसे चंगा करेंगे। ഇന്ന് പകൽ ദൈവം വരേണ്ടിടത്ത് വന്ന് നിങ്ങളെ സൗഖ്യമാക്കും. आज का दिन जान लो, परमेश्वर जिस जगह पर आना चाहिए वहां पे आकर चंगा करने എത്ര वाला है। പേർ അത് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽ? कितने लोग आज वो विश्वास करते हैं? ദൈവം വന്ന് സൗഖ്യമാക്കും. परमेश्वर आकर चंगा करने वाले നിങ്ങൾ हैं। ചെന്ന് സൗഖ്യം മേടിക്കുന്നുണ്ട്, आप जाकर चंगाई पाते हैं, അവൻ വന്നു തരുന്നതുണ്ട്. आप आकर चंगाई भी देने वाले हैं। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പദവികളും നിങ്ങളുടെ സ്ഥാനങ്ങളും ഒന്നുമല്ല, മറിച്ച് ആ ശതാധിപൻ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും. അധികാരത്തിന് കീഴിലുള്ള ആളാ. उस महान व्यक्ति कहते हैं, यदि मैं किसी को जाने के लिए बोलेगा तो जाएंगे, आने के लिए बोलेगा तो आएंगे, मुझे अधिकार है, पावर है। ഹല്ലേലൂയ. ഹല്ലേലൂയ. प्रभु की स्तुति हो, ഹല്ലേലൂയ. प्रभु की स्तुति हो। ബൈബിൾ എപ്പോഴും അധികാരങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. बाइबल हमेशा अधिकार के विषय में बताते हैं। സ്വന്തം വീട്ടിലെ അപ്പനെ അനുസരിക്കണം. अपने घर के पिता को आदर करना है। നിങ്ങളുടെ പാസ്റ്ററെ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. आपके पास्टर को अब आदर करना होगा। അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം. अधिकार के अधीन पर रहना है। അത് ദൈവത്തിന്റെ വ്യവസ്ഥയാ. परमेश्वर की व्यवस्था है। നിങ്ങളുടെ അപ്പന് വിദ്യാഭ്യാസം കുറവാ, ഗ്ലാമർ കുറവാ, പണം കുറവാ, അത് പ്രശ്നമല്ല. आपके पिता को एजुकेशन नहीं है, सुंदरता नहीं है, इतना ब्यूटी नहीं है, इतनी पोजीशन नहीं है, ये सोचने की जरूरत नहीं है। പക്ഷെ നിങ്ങളുടെ അപ്പനെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. लेकिन आपके आप बाप की जगह पर और किसी को नहीं रख सकते। അപ്പൻ ഇതെല്ലാം കുറവാണെങ്കിലും അപ്പൻ ഹൃദയം തുറന്നു തരുന്ന ഒരു അനുഗ്രഹമുണ്ട്. आमीन। यदि बाप की जीवन में, आपके पिता को जीवन में बहुत कमी हो सकते, एजुकेशन में, सुंदरता में, बहुत बड़ी बातों में कमी हो सकते, लेकिन बाप के जीवन में एक खूबी है, अपना हृदय खोल के आशीष देने वाले। നിങ്ങളുടെ ഈ സഭയുടെ ഈ പ്രവർത്തനത്തിന്റെ ആത്മീയ പിതാവ് പാസ്റ്റർ ജോസ് ജോസഫ് കുടുംബവുമാണ്. आमीन। आपकी इस कलीसिया की, आपकी और आत्मिक माता पिता पास्टर जोसेफ और आंटी हैं। നിങ്ങളെ കുറിച്ച് അദ്ദേഹവും കുടുംബം ഓർക്കണമ്പോൾ അവരുടെ ഹൃദയത്തിൽ അതൊരു തണുപ്പുണ്ടാകണം. आमीन। आपके प्रति सोचते हुए, चिंता करते हुए उनके हृदय के अंदर ठंडापन चाहिए। അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ ചില അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ കയറും. ऐसा है तो आप प्रार्थना के बिना आप आशीष पाएंगे। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। നിങ്ങൾക്ക് നന്മ ഉണ്ടാകുവാനും आपकी धन संपत्ति मिलने के लिए, നിങ്ങൾക്ക് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും, लंबी उम्र मिलने के लिए നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കാം. माता पिता को आदर करो। അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, प्रार्थना करने के लिए नहीं लिखा, ബഹുമാനിക്കണം. इज्जत करना है, ആദരിക്കേണ്ടവരെ, आदर करना है, ബഹുമാനിക്കേണ്ടവരെയും आदर करना, रेस्पेक्ट करना है, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. उसमें आदर करना होगा। അപ്പോൾ ചില അനുഗ്രഹം നിങ്ങളുടെ അകത്തുണ്ടാവും. तब कई आशीष आपके अंदर पैदा हो जाएगी। ഹല്ലേലൂയ. हालेलुया। ബൈബിളിൽ ഒരു വാക്യമുണ്ട്, वचन में एक वचन लिखा है, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ നിശ്ചയമായി പിന്തുടരും. धन संपत्ति और तंदुरुस्ती आपकी जीवन भर आपके संग रहे। യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. यहोवा की भवन में निरंतर वास करेंगे। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ശതാധിപൻ പറയാ, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. और उस सरदार कहते हैं यीशु से, तुम मेरे घर पे आने के लिए मैं योग्य नहीं हूँ। നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ബാലിക്കാരെ സൗഖ്യമാവും. तुम एक शब्द बोले तो वो बच्चे ठीक हो जाएंगे। മക്കൾ വിശ്വസിക്കുന്നുണ്ടായി. कितने लोग ये विश्वास करते हैं? കരം ഒന്ന് ഉയർത്തി പിടിച്ചാട്ടെ, हाथ उठाएं, ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ, आवाज उठा के बोले,
എന്റെ വിഷയം വലുതാ, मेरा समस्या बड़ा है। ഒരു പക്ഷെങ്കിൽ എന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഞാൻ ദൈവത്തിനടുത്ത് പോകാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യമാക്കാം. हो सकते मेरे स्टेटस देखेगा तो क्या हम परमेश्वर के पास नहीं जा सकते हो? ഈ പട്ടാള ഉദ്യോഗസ്ഥൻ പറയുകയാണ്, और इस आर्मी की मेधावी कहते हैं और लीडर कहते हैं, യേശുവേ, इस सेना वाले कहते हैं, यीशु എന്റെ പുരക്കകത്ത് വരാൻ നീ യോഗ്യനല്ല, मेरे घर पे आने के लिए तुम योग्य नहीं നീ है। ഒരു വാക്ക് പറഞ്ഞാൽ മതി. और तुम ये कोई शब्द बोले। യേശു ഇതിനു മുമ്പ് പറഞ്ഞ ഞാൻ വന്ന് സൗഖ്യമാക്കാന്നേ, यीशु ने क्या किया? मैं तेरे घर पे आके आप चंगा करेंगे, ഞാൻ വന്ന് സൗഖ്യമാക്കാം. मैं आकर चंगा करेंगे। ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പറയുന്നേ? मैं आएंगे बोलेगा तो बोलने से तुम इस तरह क्यों बोल रहे हो? ഹലോ, सुन रहे क्या? ആദ്യം നമ്മൾ പറഞ്ഞ അത്ഭുതം ഉണ്ടല്ലോ, पहले हमने जो बताया, അവൻ ഇങ്ങോട്ട് ചോദിക്കുക മനസ്സുണ്ടോ? वो इधर हमें पूछ रहे क्या मन है? ഈ ശതാധിപൻ അവന്റെ കാര്യം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഞാൻ വരാം, ഞാൻ വന്ന് സൗഖ്യമാക്കാം. हमें इस सेनापति इस सेना के जो लीडर हैं और यीशु से कहते हैं, यीशु कहते हैं मैं आकर उसको चंगा करेंगे। ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ തീവ്രത അനുസരിച്ചാണ് അത്ഭുതം വേഗത്തിൽ നടക്കുന്നത്. विश्वास की नाप के अनुसार चमत्कार होते हैं। ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ മനസ്സിനകത്തുണ്ടായ വിശ്വാസം അങ്ങനെ, इस 12 साल की बीमारी में रहती स्त्री के अंदर विश्वास അവൾ कैसे? എല്ലാ വഴിയും പോയിട്ട് ഒരു വഴി തുറക്കാതിരിക്കുന്നോളാ. सारी रास्ता पर के सब रास्ता बंद हो गया। അപ്പൊ അവിടെ മനസ്സിനകത്തൊരു ആഗ്രഹം, उनके अंदर क्या आग्रह है? യേശുവിനെ തിക്കിന് നിരക്കില്ല പിടിക്കാൻ പറ്റിയില്ല, വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ട സൗഖ്യം. यीशु को मिल नहीं पाए। मैं विश्वास करती हूँ मैं यीशु के वस्त्र में छुएंगे चंगे हो जाएंगे। നിങ്ങളുടെ മനസ്സിനകത്ത് ക്രിയേറ്റ് ആകുന്ന ഫെയ്ത്ത് അനുസരിച്ചാണ് നിങ്ങളുടെ നന്മയും അനുഗ്രഹവും കാണാൻ പറ്റും. आपका विश्वास के अनुसार जो क्रियाशील हो रहे, विश्वास की क्रियाशील हो रहे, उसके अनुसार आप आशीषें पाते हैं। പുതിയ നിയമത്തിന്റെ പ്രാർത്ഥന എന്താണ്? नया नियम की प्रार्थना क्या है? തരണേന്നല്ല, दे दो नहीं, തന്നതാ. दे दिया है। അത് കാണാനുള്ള കണ്ണു തുറന്നാ മതി. वो देखने के लिए आंखें खोलना है। എഫേസ്യ ലേഖനം 3-14 മുതൽ വാക്യങ്ങൾ एफेसियों को पत्री 3 अध्याय 14 से हम आगे पढ़ें। ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാമോ? कोई भी पढ़ सकते हैं। എഫേസ്യ ലേഖനം एफेसियों को पत्री 3 अध्याय അതിന്റെ 14 വാക്യം മുതൽ 14 आयत से हम पढ़ेंगे। ഹല്ലേലൂയ, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ട് इसलिए ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ मैं आपके लिए जो कष्ट सहन നിങ്ങളുടെ മഹത്വമാകയാൽ और आपकी महिमा के അവ लिए നിമിത്തം उसके कारण അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു. मैं आप डरो मत, मैं तुमसे कहता हूँ। അതു നിമിത്തം इस कारण ഞാൻ സ്വർഗത്തിലും स्वर्ग में ഭൂമിയിലും धरती पर സകല കുടുംബത്തിലും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. आमीन। पिता की उपस्थिति में घुटना ഇത് പൗലോസിന്റെ പ്രാർത്ഥനയാ. पौलुस की प्रार्थना है। എന്താണ് പൗലോസ് പ്രാർത്ഥിച്ചത്? पौलुस क्या प्रार्थना की? പ്രാർത്ഥന തുടരുന്നു. प्रार्थना कंटिन्यू कर रहे। അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ओ परमेश्वर अपनी महिमा के धन के अनुसार അവന്റെ ആത്മാവിനാൽ उसकी आत्मा से നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് अपने अंदर के मनुष्य के प्रति ശക്തിയോടെ ബലപ്പെടണം. शक्ति के साथ बलवंत हो जाए। മനസ്സ് ബലപ്പെട്ടാലേ, मन बलवंत हो जाए, മനസ്സിനകത്ത് ധൈര്യം വന്നാലേ मन के अंदर दृढ़ हो जाए, പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തോറ്റുപോകും. समस्या खत्म हो जाएंगे। ബൈബിൾ മറ്റൊരു വാക്യമുണ്ട്, बाइबल में लिखा है നിങ്ങൾക്ക് വേണ്ട സകല അനുഗ്രഹവും ദൈവം ദാനമായി തന്നിരിക്കുക. आपके लिए जो कुछ आशीषें चाहिए सब कुछ परमेश्वर दान दी। എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? സ്വർഗത്തിലെ സകല അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്. स्वर्ग का सारी आशीष आपके ऊपर है। പക്ഷെ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. आमीन। केवल आप नहीं, कई बार हमें भी उसकी विषय में परखता नहीं ദൈവം है। നല്ല ദാനങ്ങളെ തരൂ. अच्छी बात है यीशु कर रहे ദൈവം हैं। നിങ്ങൾക്ക് 1 കിലോ ക്യാൻസർ ഇരിക്കണമെന്ന് പറയത്തില്ല.
ദൈവം നിങ്ങൾക്ക് ഒരിക്കലും ക്യാൻസർ ഇരിക്കട്ടെന്ന് പറയത്തില്ല. परमेश्वर ये नहीं कहेगा तुझे कैंसर ഒരു കോടി രൂപയുടെ കടം ഇരിക്കട്ടെന്ന് പറയത്തില്ല. परमेश्वर ये नहीं कहे तुम कर्जा में रहो. എങ്ങനെയാ പാസ്റ്റർ ഇതൊക്കെ ഉണ്ടാകുന്നേ? ये कैसे हो रहे हैं? ഒന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ്, एक हमारी भोजन के कारण, നമ്മുടെ അകത്തെ ടെൻഷൻ, हमारे टेंशन के कारण, ഇതെല്ലാം കൂടെ ഉരുണ്ടുകൂടി അവസാനം ഇതൊക്കെ ഉണ്ടായി വരുന്ന और ये सब मिलकर हमारी अंदर समस्या അത് करे. ദൈവത്തിന് കുഴപ്പമല്ല. परमेश्वर की प्रॉब्लम नहीं है. എന്നിട്ടും ദൈവം പറയാ, ഇങ്ങനെ നീ പരീക്ഷിക്കപ്പെട്ടാൽ അത് സഹിച്ചാൽ എന്റെ കൂടെ നിന്നാൽ രക്ഷപ്പെടാൻ ഒരു ഓപ്ഷൻ വെച്ചേക്കുക. हमें परमेश्वर कहते ये कुछ कष्ट सहेगा तो, सहने चाहते हैं तो सहेगा तो. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ ജയത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. आपकी मन विजय में. നിങ്ങൾ എന്തിനാണ് അന്യഭാഷ പറയുന്നത്? क्यों अन्य भाषा बोलते हैं? നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്താനാ, आपकी आत्मिक उन्नति के लिए. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? आप क्यों अन्य भाषा बोलते हैं? ലോകത്തിന്റെ മൈൻഡ് പോയി കിട്ടാനാ. संसार की माइंड से बदलने के लिए. ഞങ്ങൾ അന്യഭാഷ പറയുന്നത് എന്തിനാ? क्यों हम अन्य भाषा बोलते हैं? ഞങ്ങളുടെ മനസ്സ് ലോകത്തിന്റെ നിയന്ത്രണം വിടാനാ. संसार के कंट्रोल और ग्रिप से छुटकर मिले. അന്യഭാഷ സംസാരിക്കുന്നവൻ अन्य भाषा जो बोलते हैं തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. अपने आप आत्मिक उन्नति लाते हैं. അവൻ ലോകത്തോടല്ല സംസാരിക്കുന്നത്, संसार से नहीं बात करते, ദൈവത്തോടെ സംസാരിക്കുന്നത്. परमेश्वर से बात करते. ദൈവരാജ്യത്തിനകത്ത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ്. परमेश्वर के राज्य खुशी और आनंद और पवित्र आत्मा में खुश है. ലോകത്തിന്റെ പ്രശ്നമെല്ലാം കൊണ്ട് ഇടുങ്ങിയിരിക്കുന്ന മനസ്സിനെ മാറ്റാൻ ഒരേ ഒരു വഴി ദൈവത്തോട് സംസാരിക്കണം. आमेन. संसार की टेंशन, प्रॉब्लम और आपकी समस्या से उद्धार पाने के लिए एक ही रास्ता, प्रभु से बात करें. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ പൂർണ്ണഹിതം പിടികിട്ടും. ऐसे प्रार्थना करते समय परमेश्वर की इच्छा की पूर्णता को पहचानोगे. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. हमें अंदर का मनुष्य बल पाने के लिए पवित्र आत्मा की सहायता चाहिए. എന്നാലേ നിങ്ങളെ വിളിച്ച വിളിയുടെ കൃത്യത മനസ്സിലാവുകയുള്ളൂ. तब आपकी बुलाहट को आप परखोगे. ഹല്ലേലൂയ. हालेलुया. എന്നാൽ മാത്രമേ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങൾ അകത്തിരിക്കത്തുള്ളൂ. तब मसीह यीशु विश्वास के साथ आपके अंदर वास करेगा. ശരിക്കുള്ള വിശ്വാസം വന്ന നല്ല സ്നേഹം വരും. अच्छी तरह विश्वास है तो प्यार होगा. ഹല്ലേലൂയ. आमीन. ഹല്ലേലൂയ. हालेलुया. യേശുവിനെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞാൽ സകല അസൂയെ സകല പരിപാടി തീരും. यदि यीशु को पाएगा तो, पूर्णता के साथ यीशु को पाएगा तो हर प्रकार की निंदा, चुगलियां, जेलसी सब खत्म हो जाएंगे. നമ്മൾ ഈ അനുഗ്രഹിക്കപ്പെടാത്തതിന് ഒരു റീസൺ ഞാൻ പറയാം. हम क्यों नहीं आशीष पाते हैं? നമ്മുടെ അടുത്തിരിക്കുന്ന ആളൊന്ന് രക്ഷപ്പെടും നമുക്ക് ഇഷ്ടമല്ല. हमारे साथ पड़ोसी आशीष पाते हम नहीं चाहते. വേദപുസ്തകത്തിൽ വാക്യമുണ്ട് പാസ്റ്ററേ, बाइबल में वचन है, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് तुम आशीषित होने के लिए ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെയും दोष की जगह पर दोष ना कहे, സകാരത്തിന് പകരം സകരം ചെയ്യാതെയും ढांड की जगह पर ढांड, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് आशीष पाने के लिए നിങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നവരാകുവീൻ. आप दूसरे को आशीष देने वाले हो. ഒരാൾ എന്നെ സകാരിച്ചാൽ തിരിച്ച് ഞാൻ മറുപടി പറയാതെ അവരെ കരമുയർത്തി അനുഗ്രഹിച്ചു വിട്ടാൽ നീയാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. आप एक दूसरा आपको दोष करेगा तो उसको दोष लगाने की जगह पर आप आशीष देगा तो आप आशीषित. ഞാൻ എത്ര വായിച്ചിട്ടും ബൈബിളിനകത്ത് ഉപവാസപ്പെടുത്ത അനുഗ്രഹം കിട്ടണമെന്ന് എഴുതിയിട്ടില്ല. बाइबल में मैं कभी नहीं पढ़ा है उपवास करके जो आशीष पाते हैं. ഉപവാസം എടുക്കണം. അനുഗ്രഹിക്കപ്പെട്ട നിന്റെ അനുഗ്രഹം നിനക്ക് തിരിച്ചറിയാൻ. आपने पाया हुआ आशीष को पहचानने के लिए उपवास करना. ഹലോ, सुनते हैं क्या? പ്രൈസ് ദി ലോർഡ്. प्रभु की स्तुति हो. പ്രൈസ് ദി ലോർഡ്. प्रभु की स्तुति हो. നിങ്ങൾ എന്നും ഇങ്ങനെ ഇരിക്കണ്ട. നിങ്ങൾ ഈ രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ വക്താക്കളാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. मैं चाहता हूं आप इस तरह बैठने वाला ना हो, इस संसार को आम दपाक रखने वाले, इस संसार के सुसमाचार को लेके चलने वाले हो. ഈ ദൈവദാസനും സഹശുശ്രൂഷകനും മാത്രമല്ല ഇവിടുത്തെ സുവിശേഷ വേലയുടെ പങ്കാളികൾ. केवल इस प्रभु का दास, उसके साथ सेवा करने वाला सेवक लोग नहीं, केवल आप ही सेवा में हाथ बढ़ाएं. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ കുറിച്ച് ഒരാളോടെങ്കിലും പറഞ്ഞാൽ, आप यहाँ पे बैठे जितने लोग हैं, आप परमेश्वर के कलाम प्रचार करेगा तो यीशु के बारे में दूसरे को बताएगा तो
നിങ്ങളുടെ ഹൃദയം ബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, आपकी दिल बलवंत हो गया तो, നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ, आपके अंदर विश्वास है तो, നിങ്ങളുടെ അകത്ത് സ്നേഹം ഉണ്ടെങ്കിൽ, आपके अंदर प्रेम है तो, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ, आपके अंदर पवित्र आत्मा की നിങ്ങൾ अभिषेक, അറിയാതെ യേശുവിനെ കുറിച്ച് പറയും. आप अनजाने से अचानक यीशु के बारे में बताएंगे. നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നാൽ ഇതിന്റെ സ്ഥിതി മാറും. यहाँ पे बैठे हुए लोग एक दूसरे को भी लेकर आएगा तो स्थिति बदल जाएंगे. ഹല്ലേലൂയ. हालेलुया. ഇവിടുത്തെ സ്ഥിതി മാത്രമല്ല, यहाँ का ഒരാത്മാവിന്റെ വില സർവ്വലോകം തേടുന്നതിനേക്കാൾ അപ്പുറമാണ്. एक आत्मा की कीमत सारे धरती से भी ज्यादा है. ലോകത്തിൽ ഇന്ന് വരെയും ഈ ലോകം മൊത്തം മേടിക്കാൻ കഴിയുന്ന ഒരു കോടീശ്വരൻ എഴുതിട്ടില്ല. हमें इस धरती को आज तक खरीदने वाले एक अमीर व्यक्ति आज तक कभी भी खड़े नहीं हुए. സ്വർഗത്തിന്റെ ബാങ്കിൽ പൈസ വേണോ, സ്വർഗത്തിന്റെ ബാങ്കിൽ അക്കൗണ്ടിനകത്ത് വർദ്ധനവ് വേണോ, ഈ ഭൂമിയിൽ യേശുവിനെ നിങ്ങൾ അറിയിക്കണം. आमेन. स्वर्ग में आप धनिक बनने के लिए इस धरती पर आप रूहों को आत्माओं को जीतने वाले हो जाए. അപ്പോൾ വാക്യം ഈ വായിച്ച എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ ക്രിസ്തു ഹൃദയത്തിൽ ഇരുന്നിട്ട് വിശ്വാസത്തിൽ വേരൂന്നി സ്നേഹത്തിൽ വേരൂന്നി കഴിഞ്ഞിട്ട് അതിന്റെ കൃത്യമായ നിലപാടിലേക്ക് വരുമ്പോഴാണ് നാം താഴെ വാക്യം ഇരുന്ന് വായിക്കുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ദൈവത്തെ കുറിച്ച് തിരിച്ചറിയുന്നത്. एफेसिया को पत्री में इस वचन जो हमने पढ़े वो आगे लिखा है, मसीह यीशु हमारा दिल में रहकर और इस विश्वास के साथ हम रहते हुए जो प्रभु से मांगने से बढ़कर, दोस्तों को मित्रों से बढ़कर परमेश्वर आपको आशीषों में रखेगा. നിങ്ങൾ വിശ്വാസത്തിൽ വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. मैं चाहता विश्वास में बढ़े. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. मैं चाहता अपने घर में भी आप बढ़े. നിങ്ങൾ നല്ല ഭവനങ്ങൾ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. मैं चाहता हम अच्छे घर बनाए. നിങ്ങൾ നല്ല വാഹനങ്ങൾ മേടിക്കണമെന്ന് എനിക്ക് मैं ആഗ്രഹമുണ്ട്. चाहता हम अच्छे गाड़ी आपको मिले. നിങ്ങളുടെ തലമുറകൾ ഉന്നത രാജ്യങ്ങളിലേക്ക് പോകുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. मैं चाहती आपकी पीढ़ी ऊंचे लेवल में पहुंचे. നിങ്ങളുടെ പാസ്റ്ററുടെ കുടുംബത്തിന് ആഗ്രഹമുണ്ട്. पास्टर परिवार चाहते आपकी आशीष. നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. हमारी इच्छा यही आप आशीषित हो जाएं. അതിന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കാൻ കഴിയും. आप मुंह खोल के बोले तो आपकी आशीष आपको मिल जाएंगे. നിങ്ങളുടെ ദൈവം ആരാണെന്ന് നിങ്ങൾക്ക് പരിപൂർണമായി പിടികിട്ടുന്നത് വരെ, ആ കൃത്യത കിട്ടുന്ന വരെ നിങ്ങൾ വളർച്ചയിലേക്ക് പോകും. आपकी परमेश्वर कौन है आपकी परखने तक आप उस बढ़ोतरी में चले जाएंगे. ദൈവം നിങ്ങളെ ആരെയും തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. परमेश्वर नहीं चाहते आपको हराएं. നിങ്ങൾ എന്നും പരാജയത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. आप गरीबी में समस्या में रहना प्रभु नहीं चाहते. നിങ്ങൾ ഏറ്റവും ഉദാത്തമായി ഉയരണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. प्रभु चाहते हैं आपको ऊंचे स्थान पर रखें. പക്ഷേ ദൈവത്തിന്റെ പോളിസിയിലേക്ക് നമുക്ക് പഴയ കഴിയാത്തത് കൊണ്ടാണ് നമുക്കത് പ്രാപിക്കാൻ കഴിയാത്തത്. लेकिन हम परमेश्वर की पॉलिसी में नहीं आने के कारण हम हासिल नहीं कर पा रहे हैं. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. मैं अपनी बात अपनी प्रचार से मैं समाप्त करना चाहते हैं. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് നടക്കാമോ? आइए अपनी आंखें बंद करेंगे. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾക്ക് നടക്കാമോ? या आप अपनी आंखें बंद करें. നിറ കണ്ണുകളോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? हम आंसू के साथ ഒരു प्रभु से യാചനയുടെ ശബ്ദത്തിനപ്പുറത്ത് हमें मांगने से बढ़कर സ്വന്തം അപ്പനെ കാണുമ്പോൾ മക്കൾക്കുണ്ടാകുന്ന വികാരം പോലെ, आमीन, जैसे अपने पिता को मिलते हुए हमारे जो हृदय की इच्छाएं, എന്റെ അപ്പൻ എന്നെ കൈവിടത്തില്ലെന്നുള്ള ചിന്തയോടെ, हमारे पिता कभी भी हमें छोड़ेंगे नहीं. वो ആരെല്ലാം എന്നെ കുറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്താത്തവന്റെ അടുത്താവെന്നുള്ള ചിന്തയോടെ, कोई भी हमारे दोष लगाए तो हमें दोष लगाने वाला पिता नहीं, हमारे എന്നെ पिता. നന്നായി അറിയുന്ന ഒരു ദൈവത്തിനടുത്ത്, हमें सचमुच जानने वाले पिता के എന്നെ യഥാർത്ഥമായി തിരിച്ചറിയുന്ന ദൈവത്തിനടുത്ത് ഞാൻ വന്നത്. सचमुच जानने वाले पिता के पास എന്റെ आए. അപ്പന്റെ അടുത്ത് വന്നിട്ട് ഞാൻ വെറുതെ പോകത്തില്ല. मेरे पिता के पास आकर खाली नहीं जाएंगे. എന്റെ അപ്പൻ എനിക്ക് ഇന്ന് പകൽ ഉത്തരം തരും. मेरे पिता मुझे आज उत्तर देंगे. എന്റെ അപ്പൻ സ്നേഹവാനാണ്. मेरे पिता मुझसे प्यार है. എന്റെ അപ്പൻ സൗഖ്യദായകനാണ്. मेरे पिता चंगाई देने वाले. എന്റെ അപ്പൻ എന്നെ കൈക്ക് പിടിക്കുന്നവനാ. मेरे पिता मेरे हाथ पकड़ के चलाने वाले. ലോകത്തിൽ എനിക്ക് ജന്മം നൽകി എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നാലും चाहे स्तन से जन्म दिया वो माता पिता में भूल जाए, എന്റെ അപ്പൻ എന്നെ കൈവിടത്തില്ല. मेरे पिता में कभी नहीं എന്റെ छोड़ेगा. അപ്പൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. मेरे पिता में नहीं छोड़ेगा. എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് പാസ്റ്ററെ. पास्टर जी मुझे एक प्रार्थना कर, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. मेरे लिए प्रार्थना करना. അങ്ങനെയുള്ളവർ അത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ऐसा है तो अपना अपने स्थान ഞാൻ തന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
हम आपके लिए प्रार्थना ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല, मैं प्रार्थना से करने से നിങ്ങൾക്ക് नहीं, വിശ്വാസമുണ്ടെങ്കിൽ आपका विश्वास है तो നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. आप प्रभु से प्रार्थना करने जा ആ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്നുകൊണ്ട്, आप वहीं बैठे, ആ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് आप उसी स्थान पर खड़े നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. आप हाथ उठा के प्रार्थना. കർത്താവേ, ഇന്ന് പകൽ प्रभु आज ഞാൻ കേട്ട വചനം ഇങ്ങനെയാണ്. मैं जो वचन सुने हैं, എനിക്ക് എന്റെ ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ പറ്റും. मेरे परमेश्वर मुझे प्रेम എന്നെ करते हैं. കൈവിടാത്തൊരു ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. जो परमेश्वर को मैं मानता वो छोड़ने ഞാൻ वाला വന്ന ഇടം ശരിയുടെ ഇടമാണ്. नहीं. मैं जिस स्थान पर आया ठीक जगह ഞാൻ है. അങ്ങയുടെ മകനാണ്, ഞാൻ അങ്ങയുടെ മകളാണ്. मैं आपका बेटा बेटियां हैं. എനിക്കൊരു ആശങ്കയുമില്ല. मुझे कोई शक नहीं. നാളത്തെ കുറിച്ച് ദൈവം എന്നെ കുറിച്ച് കരുതി വെച്ചിട്ടുണ്ട്. कल के लिए प्रभु मेरे लिए इंतजार की है. നാളത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. कल के प्रति में चिंता नहीं है. എന്റെ ഭാവി സുരക്ഷിതമാണ്. मेरे भविष्य सुरक्षित है. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. मेरे बच्चों की भविष्य सुरक्षित എന്റെ है. ആരോഗ്യം സുരക്ഷിതമാണ്. मेरे शरीर की चंगाई എന്റെ എല്ലാ सुरक्षित है. എന്റെ എല്ലാ വിഷയവും സുരക്ഷിതമാണ്. मेरे सब कुछ सुरक्षित കാരണം है. ഞാൻ അത്യുന്നതന്റെ മറവിലാണ്. मैं सर्वशक्तिमान परमेश्वर की छाया ഞാൻ में, സർവശക്തന്റെ നിഴലിന് കീഴിലാണ്. सर्वशक्तिमान परमेश्वर की उपस्थिति में है. അതുകൊണ്ട് ഞാൻ അവൻ എന്റെ സങ്കേതമാണെന്ന് പറയും. इसलिए मैं कहूंगा वो मेरे എന്റെ गढ़ കോട്ടയാണെന്ന് है. പറയും. वो मेरे भरोसा है. അവൻ എന്റെ ഉപനിധിയാണെന്ന് ഞാൻ പറയും. वो मेरा धन है. അതുകൊണ്ട് എനിക്ക് ആശങ്കയില്ല. इसलिए मुझे कोई शक नहीं. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. प्रभु हम इस लोगों के लिए प्रार्थना करते हैं യേശുവിന്റെ നാമത്തിൽ यीशु के नाम से. ഇപ്പോൾ തന്നെ इसी समय ആ കുഷ്ഠരോഗി യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ ലഭിച്ചതുപോലെ उस कोढ़ी यीशु के पास आके जैसे എന്തു चंगाई, വിഷയമാണെങ്കിലും कोई भी बात आए യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഇപ്പോൾ തന്നെ इसी ആ समय സൗഖ്യമുണ്ടാകട്ടെ. चंगाई मिले. അവർ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് जो भोज में है उस ഇപ്പോൾ തന്നെ മറുപടി ഉണ്ടാകട്ടെ. इसी समय छुड़कर ഈ ജനം സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. इन लोग आच्छाद हो जाएं. ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യമാണ് വിളിച്ചത്. यीशु आच्छादी के लिए बोला. ഇനി നിങ്ങൾ അഗ്നിബന്ധത്തിൽ കുടുങ്ങി പോകരുത്. आप उस गुलामी में ना रहे. ആ ഫ്രീഡം ഈ ജനം അനുഭവിക്കട്ടെ. आच्छादी मिल जाए. എല്ലാ ശാപത്തിന്റെ ബന്ധനങ്ങളും അഴിയട്ടെ. सारी शराब की बंधन टूट जाए. എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയട്ടെ. सारी शैतान के बंधन खुल എല്ലാ जाए. ദുഃഖങ്ങളുടെ ശക്തികളും അഴിയട്ടെ. सारी बंधन खुल जाए. യേശുവിന്റെ നാമത്തിൽ ഈ ജനം ജയം അനുഭവിക്കട്ടെ. यीशु के नाम से लोग आच्छाद हो जाएं. ഇവർ സന്തോഷത്തോടെ ആനന്ദിക്കട്ടെ. खुशी के साथ आनंदित हो. ഇവർ ജീവിതത്തിന് അവസാനം വരെ ജനം ആഘോഷിക്കട്ടെ. जीवन की आखिर तक परमेश्वर की शांति में रहने पाए. യേശുവിൻ നാമത്തിൽ തന്നെ यीशु मसीह के नाम से ആ കരമടിച്ച് കർത്താവിനെ സ്തോത്രം പറ. ताड़ी बजा के हम प्रभु की धन्यवाद करें. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസനോട് കുടുംബത്തോട് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. आमीन. प्रभु आपको आशीष दे. आइए हम सब अपने स्थान पर